തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവരൊക്കെ ഉള്ളത്. നമ്മൾ സംസാരിക്കുന്നവർ ഓരോരുത്തരും അവരുടെ വീട് നഷ്ടപ്പെട്ട കഥയും അതിലപ്പുറത്തേക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കഥയുമാണ് പങ്കുവെക്കുന്നത്. ഏറ്റവും മക്കളെയും ഭാര്യയെയും അമ്മയെയും അച്ഛനെയും ഒക്കെ നഷ്ടപ്പെട്ട കഥകളാണ്. അവർ ഓർക്കാൻ ആഗ്രഹിക്കാത്ത, ഒരിക്കലും തിരിഞ്ഞ് ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള വലിയൊരു ദുരന്തത്തെയാണ് ഇവരൊക്കെ നേരിട്ട് അതിൽ നിന്ന് ചിലർ രക്ഷപ്പെട്ടു വന്നവരാണ്. മറ്റു ചിലർ ആ സ്ഥലത്തില്ലാത്തത് കൊണ്ട് മാത്രം അതിൽ പെട്ടുപോകാത്തവരാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച ആളുടെ വീട് പൂർണ്ണമായും ഒലിച്ചു പോകുകയും വീട്ടിലുള്ള ആളുകളെല്ലാം ഏറ്റവും അടുത്ത ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെല്ലാം ഒലിച്ചുപോയി എന്നുള്ള കഥയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ചെന്നൈയിലായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അപ്പൊ ആ തരത്തിൽ ഒക്കെയാണ് ഓരോരുത്തരുടെയും കഥകൾ ഉള്ളത്. നമ്മൾ സംസാരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് അങ്ങനെയുള്ള നഷ്ടങ്ങളുടെ കഥകൾ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ക്യാമ്പിൽ മാത്രം 500-ലേറെ ആളുകൾ മുണ്ടക്കൈ മേഖലയിലും ചൂരൽമല മേഖലയിലും ഉള്ളവരായി ഉണ്ട്. ഇപ്പോൾ അവരെല്ലാം ഈ സമയത്ത് പലരും ഉറങ്ങുകയാണ്, മറ്റു ചിലർ ഉറക്കമളച്ചിരിക്കുകയാണ്. പലരും ഈ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് മാറാത്ത ആളുകളാണ് ഇപ്പോഴും പല ആളുകളും. കാരണം അവർക്ക് ഏറ്റവും അവർ ചേർത്ത് പിടിച്ചിരുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും സങ്കടവും നിരാശയും ഒക്കെയുണ്ട്. അപ്പോൾ ആ നഷ്ടബോധത്തിൽ കൂടിയാണ് ഓരോരുത്തരും ഉള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇവിടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രഭാത ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രഭാത ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പായിരിക്കും അല്ലേ? എത്ര പേർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത്? ഇത് അറിയില്ല. ഞങ്ങള് മോർച്ചറി ഡ്യൂട്ടിയാണ്. ഇന്ത്യൻ റെഡ് ക്രോസിന്റെ വളണ്ടിയേഴ്സുമാർ ഇവിടുത്തെ ഇത് അവരാണ് നോക്കുന്നത്. ഓക്കെ, ഏതായാലും പ്രഭാത ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടക്കുകയാണ്. എത്ര പേർക്കുള്ള ഫുഡാണ് ഇവിടെ? എത്ര പേർക്കുള്ള ഫുഡുണ്ട്? ഓക്കെ. തീർച്ചയായും ആ അർത്ഥത്തിൽ ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന പ്രവർത്തികൾ ഇവിടെ നടക്കുന്നു. ഒപ്പം തന്നെ ഈ ഭക്ഷണം മാത്രമല്ല, ഇവർക്ക് വേണ്ട മാനസിക പിന്തുണ കൂടി നൽകുന്ന, ഏറ്റവും കാര്യക്ഷമമായി എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് വേണ്ട മാനസിക പിന്തുണ കൂടി നൽകേണ്ടതുണ്ട്. അതിനുള്ള സഹായവും നൽകുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനമുണ്ട്, മെഡിക്കൽ സംവിധാനങ്ങളുണ്ട്. എല്ലാം ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലാണ് ക്യാമ്പുകളുടെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നിരവധി ആളുകൾ, ഇപ്പോൾ 1600-ലേറെ ആളുകൾ വിവിധ ക്യാമ്പുകളിലായി നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വയനാട്ടിൽ മാത്രം 1600-ലേറെ ആളുകൾ 82 ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അത്രമേൽ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് ക്യാമ്പുകളിലുള്ള ഓരോ മനുഷ്യരും ഉള്ളത്. ഏറ്റവും മികച്ച സൗകര്യത്തോടു കൂടി തന്നെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഏറ്റവും നല്ല സൗകര്യം ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് നൽകുന്ന കൂടിയുണ്ട്. ഇപ്പോൾ ഇത് ഒരു മെഡിക്കൽ ക്യാമ്പാണ്. ഇവിടെ ഈ ക്യാമ്പിൽ കഴിയുന്നവർക്ക് വേണ്ട മാനസിക പിന്തുണ കൊടുക്കുന്ന ഒരു സംവിധാനം കൂടിയാണ്. എന്താണ് നിങ്ങൾ നൽകുന്ന സേവനം എന്താണെന്ന് പറയാമോ? ഞങ്ങള് 24 മണിക്കൂർ ഇവിടെ കൗൺസിലിംഗ് സേവനമുണ്ട്. ഇവിടെ വേണ്ടപ്പെട്ടവരെയൊക്കെ അന്വേഷിച്ച് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ വളരെ വിഷമത്തോടെ ഇരിക്കുന്ന അവരെ നമുക്കിപ്പം തൽക്കാലം കൗൺസിലിംഗ് ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും അവർക്ക് മാനസിക പിന്തുണ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വേണ്ട എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. ക്യാമ്പുകളിലുള്ള ആളുകളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് അവർക്ക് വേണ്ട മാനസിക പിന്തുണ കൊടുക്കും. അതായത് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരോട് എന്ത് സംസാരിക്കണം എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലേ? അങ്ങോട്ടും ഞങ്ങൾ റൂമുകളിൽ പോകുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. മാനസിക ഒരു കൗൺസിലിംഗ് എന്ന രീതിയിൽ പറ്റുന്നില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, മാനസികമായിട്ട് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ക്യാമ്പുകളിലേക്കൊക്കെ പോകുമ്പോഴേ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അനുഭവങ്ങളും നഷ്ടങ്ങളും ഒക്കെയാണ് ഓരോരുത്തർക്കും സംഭവിച്ചിരിക്കുന്നത്. അതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്? കൂടുതലായിട്ടും ഓക്കെ, ഏതായാലും ആ തരത്തിലുള്ള സേവനങ്ങൾ കൂടി ദുരിതാശ്വാസ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പുകളുണ്ട്. അത്യാവശ്യ മെഡിക്കൽ സഹായങ്ങളും മരുന്നുകളും ഒക്കെ നൽകാനുള്ള സംവിധാനങ്ങൾ കൂടി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണവും ഇപ്പോൾ നേരത്തെ കണ്ട പോലെ വളരെ നേരത്തെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങുന്നു. ഏതായാലും ആ തരത്തിലാണ് ക്യാമ്പുകളുടെ പ്രവർത്തനം നടക്കുന്നത്. ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് വിവിധ ജില്ലകളിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകളും ക്യാമ്പുകളിലേക്കും അതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സഹായങ്ങളുമായി
ഭക്ഷണവുമായി, വെള്ളവുമായി, പുതപ്പുമായി ഒക്കെ ആളുകൾ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യം കൂടിയുണ്ട്. അപ്പോൾ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലയിലേക്ക് ഇപ്പോൾ അതിന്റെ സഹായം ആവശ്യമില്ല എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതായത് കൂടുതൽ സന്നദ്ധ സേവകർ എത്തുന്നത് അവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെന്ന കാര്യം പറഞ്ഞിരുന്നു. ഏതായാലും രക്ഷാപ്രവർത്തകർ കൂടുതലായി വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ച് അത് ഏകോപിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കൂടിയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകിയത്. അങ്ങനെ ആകുമ്പോൾ അത് മറ്റു തരത്തിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കില്ല എന്നും പറഞ്ഞിരുന്നു. ഏതായാലും നിരവധി വാഹനങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വാഹനങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്ന് മോർച്ചറിയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ദുരിതാശ്വാസ ക്യാമ്പിനടുത്താണ് മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രമുള്ളത്. അവിടെ 23 മൃതദേഹങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. അതിൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുമുണ്ട്. ഭാഗങ്ങളായി മുറിവേറ്റ് കഷ്ണങ്ങളാക്കപ്പെട്ട മൃതദേഹങ്ങൾ കൂടി അവിടെയുണ്ട്. അപ്പോൾ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കൂടിയുണ്ട്. അതിന് തിരിച്ചറിയാൻ വേണ്ടി ആളുകൾ എത്തുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കാണുകയാണ്. നിങ്ങൾ മുണ്ടക്കൈ മേഖലയിലാണോ? അതെ, ഞങ്ങൾ മുണ്ടക്കൈ മേഖല തന്നെയാണ്. അത് സ്കൂൾ റോഡ് ഏരിയയാണ് പോയിട്ടുള്ളത്. അന്നേരം വെള്ളം പോണ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും 2 മണിക്കാണ് എഴുന്നേറ്റിരുന്നു. 2 മണി മുതൽ 4 മണി വരെ ഇരുന്നു. പിന്നെ വലിയ പൊട്ടൽ 4 മണിക്കായിരുന്നു. അപ്പോൾ 4 മണിക്കായിരുന്നു. അന്നേരം എല്ലാവരും പറഞ്ഞു കരഞ്ഞ് ഓടുന്ന ഒച്ച കേട്ടപ്പോൾ കുറച്ചകലുള്ള ഞങ്ങളും ഓടി. അങ്ങനെ ഞങ്ങൾ ഓടിയപ്പോൾ വെള്ളം പിന്നെ ഏകദേശം പാലത്തിൻ്റെ അവിടെ എത്തിയിരിക്കണം. ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങളെ പുറകിലാണ് വെള്ളം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുട്ടികളെ കയ്യും പിടിച്ചിട്ട് ഓടി മേലെ രക്ഷപ്പെട്ട് ഒരു വീട്ടിൽ കയറിയിരുന്നു. കയറ്റത്തൊക്കെ ഓടി. കയറ്റത്ത് വെള്ളം കയറൂലാണ്ട് കയറ്റത്ത് കൂടിയപ്പോൾ ഒരാൾ പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് ഓടുകയാണ്, ഞങ്ങളെ വീട്ടിലേക്ക് കയറണ്ട, ഞങ്ങൾ ഓടുകയാണ് പറഞ്ഞു. അന്നേരം അവിടുന്ന് ഓടി കുറേ അങ്ങ് ഓടുമ്പോൾ പിന്നെ വേറൊരു വീട് കണ്ട്. അപ്പോൾ അവിടുന്ന് ഒരാൾ സമാധാനം തന്നു. നിങ്ങൾ ഇനി ഓടുന്നത് ഇറക്കത്തേക്കാണ്, അപകടം വരാൻ പോകണം, പാലത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇനി പോകണം, ഇതൊരു കുന്നാണ്, ഇവിടെ നിന്നോളി, പടച്ചോനെ വിചാരിച്ച് ഇനി ഇവിടെ നിന്നോളി, എന്തായാലും ഒരു ഉറപ്പ് നമുക്ക് വേണം എന്ന് പറഞ്ഞ് അയാളൊരു സമാധാനം തന്നു. അന്നേരം ആങ്ങളൊക്കെ അപ്പം ഇങ്ങനെ കയറ്റം കയറി ഓടിയിട്ട് ശ്വാസം നിന്നുപോയി. അപ്പോൾ ഹോസ്പിറ്റലും ഇല്ല, ഒന്നുമില്ല, എവിടെയും പോകാൻ പറ്റില്ല, പിന്നെ കള്ളാടി റോഡൊക്കെ ബ്ലോക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അവിടെ തന്നെ എത്തി വെള്ളം കൊടുത്തു. ആ വീട്ടുകാർ വെള്ളം കൊടുത്ത് കുറച്ച് നേരം ഇരുന്ന്. പിന്നെ അകത്ത് കുളിച്ചിട്ട് വരുന്നില്ല, അകത്തേക്ക് കയറാൻ വയ്യ. ഭാര്യൻ്റെ കൈ ഒടിഞ്ഞിട്ട് കമ്പിട്ട് കെട്ടിയിരുന്നാണ്. അപ്പോൾ അവളെ കൈ വലിച്ചിട്ട് ഓടുമ്പോൾ അവള് പിന്നെ ഒന്നുകൂടെ വീണ്. അപ്പോൾ കൈ ഒന്നുകൂടി ഇളകി ആകെ വേദനയായിട്ട് പിന്നെ അവളെ രാവിലെ അവള് മിംസിക്ക് പോയി. ഞാൻ നേരെ ക്യാമ്പിലേക്കും വന്ന്. അങ്ങനെ ഇന്ന് വന്ന് അവരിവിടെ രജിസ്റ്റർ ചെയ്തു. വീടൊക്കെ പൂർണ്ണമായിട്ട് പോയോ? ഇല്ല, ഞങ്ങളെ വീട് പോയിട്ടില്ല തോന്നുന്നു. ഞങ്ങൾ ആ രാത്രി ഓടിയല്ലേ, പിന്നെ വീടിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ലല്ലോ. പോയാലല്ല അറിയോളം, അങ്ങോട്ട് കയറ്റി വിടണമെന്നില്ല. വീട് മുണ്ടക്കൈ ഏത് മേഖലയിലായിട്ട് വരും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ? ചൂരമല ടൗൺ മേഖല മേലെ ഭാഗം. അങ്ങനെ ഞങ്ങൾ പാലത്തിനപ്പുറം ചൂരൽമലയിലാണ് അല്ലേ? ചൂരമലല്ല, പാലത്തിന്റെ അപ്പുറം പ്രശ്നം ഞങ്ങൾക്കില്ല. അപ്പുറത്തേക്കുള്ളവർക്ക് പ്രശ്നം വരും. അതായത് അട്ടമല, പിന്നെ മുണ്ടക്കൈ ഇങ്ങനെയുള്ള സ്ഥലം പാലത്തിന്റെ അപ്പുറം, ഞങ്ങള് ഇപ്പുറം. ഇതിനടുത്തുള്ള ഉണ്ടായിരുന്ന അയൽവാസികളുടെ ഒക്കെ സ്ഥിതി എന്താണ്? വീടിന്റെ അടുത്ത് പാലത്തിന്റെ അടുത്ത് ഒരു കുടുംബം, പിന്നെ 2 ആളും ഒരു കുട്ടി മരിച്ച്, ബാക്കി വീടുകൾ പോയി അടുത്ത്. പിന്നെ അതിന്റെ അപ്പുറത്ത് കുറെ വീടുകളും എല്ലാം പോയി. അതിന്റെ അപ്പുറത്ത് വീടുകളെ പോയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ മുണ്ടക്കൈയാണ് കൂടുതലും സ്കൂളിൽ ഏരിയയാണ് ആള് പറ്റപ്പോയത്. അത് ഉറക്കത്തിൽ പെട്ടുപോയി. 2 മണിക്ക് കേട്ടപ്പോൾ ആരോടും ഞങ്ങളെ 2 മണിക്ക് എണിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇരുന്ന ഉറങ്ങാത്തവര് പോയി കഴിഞ്ഞു. ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു? ഞങ്ങളെ വീടൊക്കെ എല്ലാം പോയത് പറയാൻ കിട്ടും. ഞങ്ങള് ചൂരമല ടൗണിന്റെ അടുത്താണ്. പിന്നെ ഞാനും എന്റെ മക്കള് വെള്ളം മഴയ്ക്ക് മുന്നേ ഞങ്ങൾ പോയി, തലേന്ന് തന്നെ പോയി. എന്റെ അച്ഛൻ മാത്രമേ വീട്ടിലുണ്ടായുള്ളൂ. അച്ഛന് ഞങ്ങൾ വരുന്നില്ല പറഞ്ഞു. അച്ഛന് അവിടെ ഇരുന്ന് പിന്നെ നിങ്ങൾ എപ്പോഴായിരുന്നു വീട്ടിൽ എപ്പോഴാണ് മാറിയത്? തലേ ദിവസം തന്നെ മാറിയിരുന്നോ? തിങ്കളാഴ്ച വൈകുന്നേരം മാറി, ഞാനും എന്റെ മക്കളും. മഴ ഞങ്ങൾ പുഴ സൈഡിലാണ് വീട്, പുഴയോരത്താണ്, ടൗണിന്റെ താഴെ ഭാഗത്താണ്. അവിടെ മഴ ശക്തമായ പുഴയിൽ വെള്ളം പിന്നെ കൂടിയ കണ്ടപ്പോൾ ഞങ്ങൾ എന്താക്കി, വെള്ളം കയറും. ഞങ്ങൾ വീട്ടിൽ ആദ്യം വെള്ളം കയറിയതാണ്. അപ്പോൾ പിന്നെ രണ്ടാമത് ഞങ്ങൾ എന്താക്കി, മഴ കൂടിയപ്പോൾ വെള്ളം കയറും പറഞ്ഞിട്ട് കുട്ടികളെയും മകനും ഞാനും മക്കളും പോയി.
പിന്നെ ഭർത്താവ് മാത്രം വീട്ടിലുണ്ടായിരുന്നു. അവര് രാത്രി കിടന്ന് ഉറങ്ങിപ്പോയപ്പോൾ കല്ലും മരങ്ങളൊക്കെ വന്ന് അടിച്ചപ്പോൾ ചില്ല് ഇട്ട് വന്നപ്പം ഭർത്താവ് എന്താക്കി പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ ഭർത്താവ് കഴുത്തിന്റെ ഒപ്പം ചെളിന്ന് ജനൽ കൂടെ ചാടി താഴെ ഇറങ്ങി. എണീച്ചപ്പോൾ കഴുത്തിനൊപ്പം വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ചാടി അടുക്കള ഭാഗത്ത് കൂടെ ഇറങ്ങിയപ്പോൾ ഒരു മരം കെട്ടി മരത്തുനിന്ന് താഴെ ഇറങ്ങിയപ്പോൾ ചളിയിലാണ്. പിന്നെ നീന്തിയിട്ട് ടൗണിക്ക് എത്താൻ 3/4 മണിക്കൂറായിരുന്നു. ഒച്ചിട്ട് കരഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ട് പിന്നെ വീട്ടിലേക്ക് ഞങ്ങൾ നിൽക്കുന്ന അവിടേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെയുള്ള ഓരോ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും പങ്കുവെക്കാനുള്ളത്. ഇവർ ഈ ഉരുൾപൊട്ടലിന് മുമ്പ് മഴയുണ്ടെന്നറിഞ്ഞ് മാറിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആളുകളാണ്. വീട്ടിലുണ്ടായിരുന്ന മകനും മരുമകളും 3 മക്കളും ഞാനും പിന്നെ മാറിയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അച്ഛനും അവിടെ കിടന്നുകൊണ്ട് എന്തോ ദൈവത്തിന്റെ ഒരു കുരുത്തം ആ ചളിന്ന് രക്ഷപ്പെട്ടു. തീർച്ചയായും ഭാഗ്യത്തിന് മാത്രം രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ആ തരത്തിലുള്ള അനുഭവങ്ങളാണ്. ചെളിയിൽ തപ്പി പിടിച്ചിട്ട് എങ്ങനെയൊക്കെ പിന്നെ ടൗണിലെത്തി. അവിടെ എത്തിയപ്പോൾ ഒച്ചിട്ട് കരഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കേട്ട് അങ്ങനെ അവര് കൊണ്ടുവന്ന് ഞങ്ങൾ നിൽക്കണ അവിടേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ നിങ്ങളുടെ ആരൊക്കെയാണ് ഈ ക്യാമ്പിലുള്ളത്? എന്റെ മകനും മരുമകളും 3 കുട്ടികളും അച്ഛനും ഉണ്ട്. അച്ഛൻ ഇവിടെ ഉണ്ടോ? തീർച്ചയായും തന്നെ ഈ തരത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന അവരുടെ അനുഭവങ്ങൾ. ഇവരൊക്കെ തലേ ദിവസം മഴ കൂടുന്നറിഞ്ഞ് അപകട സാധ്യത മുന്നിൽ കണ്ട് അവിടെ നിന്ന് മാറിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയതാണ്. ഇവരുടെ അയൽവാസികൾ പലരും ഈ ഉരുൾപൊട്ടലിൽ പെട്ടുപോയി എന്നുള്ള കാര്യം കൂടി. ഒരു കുട്ടിയും 2 അച്ഛനും അമ്മയും 4 ആള് ഞങ്ങള് താമസിക്കുന്ന അവിടെ നിന്ന് 5 ആള് പോയിക്കുന്നു വീട്ടിൽ നിന്ന്. ഈ തരത്തിൽ കരളലിയിക്കുന്ന അനുഭവങ്ങളാണ് ഈ ദുരന്ത സമയത്ത് ഇവരൊക്കെ നേരിട്ടത്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോൾ ഈ ക്യാമ്പിൽ മാത്രം 500-ലേറെ ആളുകൾ കഴിയുന്നുണ്ട്. ധന്യ.